അനുമോളെ പറ്റി പറയുമ്പോൾ അനുമോൾ എൻ്റെ കൂടെ ഒരുപാട് വർഷം ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ്. നമ്മളൊരു അനിയത്തിക്കുട്ടിയെ പോലെയാണ്. അതെ. അപ്പോൾ അനുമോള് ജയിക്കണമെന്ന് സ്വാഭാവികമായിട്ടും ആഗ്രഹമുണ്ടോ? എൻ്റെ ആഗ്രഹം. പിന്നെ അത് ബാക്കിയുള്ളവരെ ആരെയും എനിക്ക് പേഴ്സണലി പരിചയമില്ല. അനുവിനെ മാത്രമേ പരിചയമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അനു ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഉറപ്പാണ്. എന്റെ ജയിക്കുന്ന തോന്നുന്നുണ്ടോ? എനിക്കെന്നറിയാമോ ഈ ആഗ്രഹിച്ചാ പോരല്ലോ. ജയിക്കുമെന്ന് തോന്നുന്നു പറഞ്ഞാൽ ഞാനിത് റെഗുലർ കാണുന്ന ഒരാളല്ലാത്തതുകൊണ്ട് എനിക്കിതിൻ്റെ എന്താണ് സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റും അല്ലെങ്കിൽ അതിനകത്തുള്ള പരിപാടികളൊന്നും വലിയ പിടുത്തമില്ല. അപ്പോൾ അതിനിപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത്, കാരണം ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഏറ്റവും കൂടുതൽ ഈ അനുവിൻ്റെ കണ്ടന്റുകളാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ എൻ്റെ വിചാരം അനു ഒരു എൻഗേജിങ് മെറ്റീരിയലാണ് ബിഗ് ബോസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പൊ ഈ അനിയത്തിക്കുട്ടി അതിനുള്ളിൽ എല്ലാവരും പറയുന്നത് ഈ അനിയത്തിക്കുട്ടി ഇത്രയും ദിവസം അവിടെ നിൽക്കുന്നത് അനുവിൻ്റെതായിട്ടുള്ള പെർഫോമൻസ് ലെവൽ കൊണ്ടോ അല്ലെങ്കിൽ ഗെയിം നല്ല രീതിയിൽ കളിച്ചത് കൊണ്ടോ ഒന്നുമല്ല. എല്ലാ കൂടെയുള്ള കണ്ടസ്റ്റൻസും പറയുന്നത് അനു വളരെ സ്ട്രോങ് ആയിട്ട് PR ഉള്ളത് കൊണ്ട് മാത്രമാണ് അനു നിന്നു പോകുന്നത് എന്നാണ് എല്ലാരും പറയുന്നത്. കേട്ടു. അപ്പൊ അതില് സത്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അനു സ്വന്തമായിട്ട് ഇന്ന് വരെ എനിക്ക് ഊണ് പോലും മേടിച്ചിട്ട പെണ്ണാണ്. ഓക്കെ, എനിക്കൊന്ന് പെട്രോൾ വരെ കൊളാവടിക്കുന്ന പെണ്ണാണ് അനു. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. അതുകൊണ്ട് അവളങ്ങനെ ഞാൻ അറിയുന്ന അനു PR കൊടുക്കാൻ ചാൻസ് ഇല്ല. പബ്ലിക് ടോയ്ലറ്റിൽ പോയപ്പോൾ കൊളാവുണ്ടാക്കി ചോദിക്കുന്ന ടീമിലുള്ള ആളാണ്. അപ്പോൾ അവൾ അവിടെ കൊളാവ്